എന്നാലും എൻ്റെ മോഹൻലാലെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? അമ്മയല്ലേ മരിച്ചു കിടക്കുന്നത്, അപ്പോഴെങ്കിലും ഇങ്ങനെ ചിരിക്കണോ? അതായത് അമ്മയല്ലേ മരിച്ചിങ്ങനെ കിടക്കുന്നതാണെന്നില്ലേ, അപ്പോഴൊന്നും കരഞ്ഞൂടെ? എല്ലാവരും വരുമ്പോഴും ഇങ്ങനെ ചിരിച്ച് കൈകൊടുത്ത് ഉല്ലസിച്ചു കൊണ്ടിരിക്കണം. എന്തൊരു മനുഷ്യന്മാരാണ് നിങ്ങൾ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ, നമ്മുടെ മുഖ്യമന്ത്രി വന്നിട്ട് വരെ എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുഴപ്പങ്ങള്. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ടത്, നമ്മൾക്ക് വികാരങ്ങൾ പലതരത്തിലാണ്. ഒരുപക്ഷെ മോഹൻലാൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തൻ്റെ അമ്മ വേദനയിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ. 90 വയസ്സായി ഒരുപാട് നാളായിട്ട് കിടപ്പിലായ തൻ്റെ അമ്മ ആ വേദനയിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ. അത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ്. അതായത് അമ്മയാണെങ്കിലും എത്ര പൈസ ഉണ്ടെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും നരകിക്കേണ്ടത് അമ്മ തന്നെയാണ്, വേറെ ആരുമല്ല. അമ്മയെ നോക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അമ്മയ്ക്കൊരു കുറവുമില്ല. അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാനുള്ള ഒരു മകനുണ്ട്, ശരിയാണ്. പക്ഷെ ഇതെല്ലാം അനുഭവിക്കേണ്ടത് ആരാണ്? അമ്മ തന്നെയല്ലേ. ആ അമ്മ ഒന്നങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് അദ്ദേഹവും വിചാരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആ ഒരു ദുഃഖമല്ല, ആ ഒരു ഭയങ്കര വേദനയാണ് മനസ്സിൽ. ഞാൻ പറഞ്ഞല്ലോ, പല ആൾക്കാരെന്ന് പറഞ്ഞാൽ വേദന പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും, ചില ആൾക്കാർ ബോധം കെട്ട് വീണിട്ടായിരിക്കും, ചില ആൾക്കാർ എന്താ പറയുക കരഞ്ഞ് നിലവിളിച്ച് എന്താ പറയുക അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, സീൻ ഉണ്ടാക്കും, ഭയങ്കരമായിട്ട് കരുത്തുണ്ട് പിടിച്ചു നിൽക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ, ചില ആൾക്കാരൊക്കെ ചില എന്താ പറയുക മരിച്ചു കഴിഞ്ഞാൽ താങ്ങാൻ കഴിയാതെ അവരൊക്കെ കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയാണ് മോഹൻലാൽ കരഞ്ഞിട്ടില്ല. മോഹൻലാൽ എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നു. മോഹൻലാലിന് ദുഃഖമില്ല, മോഹൻലാലിന് ഒരു പ്രശ്നവുമില്ല, അമ്മ മരിച്ചതിൽ മോഹൻലാലിന് പ്രശ്നമില്ല. എന്തൊരു മനുഷ്യന്മാരാണ്. അങ്ങനെയാണ് ചില ആൾക്കാരുടെ പ്രഹസനം എന്ന് പറഞ്ഞാൽ. ഒരുപാട് പേര് ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, അതായത് മോഹൻലാൽ എന്തുകൊണ്ട് ചിരിക്കുന്നത്. ഞാൻ പറയുകയാണ്, മോഹൻലാൽ ചിരിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ മോഹൻലാലിന്റെ വീട്ടിൽ പോയിട്ട് ദണ്ഡിത്തരം കാണിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. മോഹൻലാലിന്റെ വീട്ടിൽ പോയിട്ട് ചില ആൾക്കാർ ചിരിച്ചു ഇരിക്കുന്നുണ്ടു, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് മോഹൻലാൽ ചിരിക്കുന്നത് എന്താണ്? അയാളുടെ ഒരു നിസ്സഹായ അവസ്ഥയും പിന്നെ അയാൾക്ക് വേറെ ആരുമില്ല, അയാൾ മാത്രമേ ഉള്ളൂ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരെയും സ്വീകരിക്കണം, എല്ലാവരോടും പിന്നെ സംഭാഷണം, അതായത് വർത്തമാനം പറയണം, ഇതൊക്കെ ചെയ്യണം. ഓരോ VIP കളാണ് വരുന്നത്, അപ്പൊ അവരോടൊക്കെ വർത്തമാനം പറയണം. അതൊക്കെ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ കടമയാണ്. അവിടെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മുഖഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അയാളുടെ ദുഃഖങ്ങളെല്ലാം അയാൾ ഉള്ളിൽ ഒതുക്കിയിട്ട് പിന്നീട് പൊട്ടിക്കരയാനുള്ള ഒരു ഇതായിരിക്കാം. അങ്ങനെയാണ് മിക്ക മനുഷ്യന്മാരും. അവിടെയാണ് മോഹൻലാലിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ വെട്ടുകിളികളെ പോലെ മോഹൻലാലിനെ അങ്ങനെ ആക്രമിക്കുകയാണ്. മോഹൻലാൽ പിന്നെ മരിച്ചിട്ട് കരഞ്ഞിട്ടില്ല, മോഹൻലാൽ മരിച്ചിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നേ. പ്രണവ് മോഹൻലാലിനുള്ള ദുഃഖം പോലും മോഹൻലാലിനില്ല. മോഹൻലാലിന്റെ ഭാര്യക്കൊക്കെ കണ്ടില്ലേ ദുഃഖം, എന്നിട്ട് മോഹൻലാലിനൊരു കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ മകനാണോ എന്നുള്ള തരത്തിൽ ഞാനൊരു കാര്യം പറയുകയാണ്. അതായത് അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ. അതുപോലെ മോഹൻലാൽ എന്ന് പറയുന്ന നടന് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു പക്ഷേ തന്നെ ഭാര്യയെക്കാട്ടി പ്രിയപ്പെട്ടത് തൻ്റെ അമ്മ തന്നെയാണെന്ന് അദ്ദേഹം പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അമ്മ കഴിഞ്ഞിട്ട് മാത്രമേ തനിക്ക് വേറെ എന്തുമുള്ളൂ, അമ്മയാണ് എൻ്റെ എല്ലാം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ചില ആൾക്കാർക്ക് ഈ കുരുപൊട്ടി ഇങ്ങനെ ഒലിക്കുന്നത്. എന്താ വെച്ചാൽ മോഹൻലാൽ അങ്ങനെ ചെയ്തു, മോഹൻലാൽ ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ്? അതൊരു പ്രഹസനമല്ലേ. അതായത് ഒരാളുടെ ഒരു മരണത്തെ പോലും വെറുതെ വിടില്ല. മരണത്തെ പോലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ടാലേ അതിങ്ങനെ ഒപ്പിയെടുത്തിട്ട് ഞങ്ങൾക്കത് വിവാദമാക്കണം, അല്ലെങ്കിൽ മോഹൻലാലിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു 2 വാക്കെങ്കിലും മോശം കിട്ടണം. അമ്മയുടെ മരണത്തിൽ അയാൾ അങ്ങനെ സൂഹിക്കണ്ട, അയാൾ അമ്മയെ അങ്ങനെ നോക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ ആളാകണ്ട എന്നുള്ള തരത്തിൽ ചില ആൾക്കാരുടെ ഒരു ക്രിമികടി മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മോഹൻലാലിന് എല്ലാവർക്കും ഒന്നും ഇഷ്ടമൊന്നുമല്ല. മോഹൻലാലിന്റെ ബന്ധുക്കൾ തന്നെയുണ്ട്, ഒരു അനുജൻ എന്നൊക്കെ പറയുന്ന ഒരു വേട്ടാവളിയനുണ്ട്. അവനൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. ഈശ്വര, മോഹൻലാൽ ഇങ്ങനെ ഒരു മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഒരു അനിയനെ കൊടുക്കല്ലേ എന്ന്. അതുപോലെയുള്ള സംഭവങ്ങളാണ് അയാളൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് മോഹൻലാലിനെ വിമർശിക്കാനും അതുപോലെ തന്നെ ക്രൂശിക്കാനും ഒക്കെ ഉണ്ട്. അത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് മോഹൻലാൽ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു വിവാദമാക്കേണ്ട ആവശ്യമുണ്ടോ? പല ആൾക്കാർക്കുള്ള കമന്റുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ തുറന്നു പോയി ഇത് തന്നെയാണ് വരുന്നത്. ഈ ഒരു ഫോട്ടോയും കാണിച്ചിട്ട് മോഹൻലാൽ ഏതോ ഒരു രംഗത്തൊന്ന് ചിരിച്ചുപോയി എന്ന് ഇവരൊക്കെ പറയുന്നത്. എന്ത് ശരിയാണ് അയാള്? ഒരു നിസ്സഹായ അവസ്ഥയല്ലേ. തൻ്റെ അമ്മ, തൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ് പോകുന്നത്. ശരിയാണ്, അമ്മ വയസ്സായിട്ടാണ് പോകുന്നത്, എല്ലാവർക്കും മരണമുണ്ട്, അമ്മയ്ക്കും മരണമുണ്ട് എന്ന് വിശ്വസിക്കാം, പോട്ടെ. ഒരുപാട് പേരുടെ പിന്നെ എന്താ വീട്ടുകളിൽ സംഭവിക്കുന്നതാണ് എന്നും നമുക്ക് വിശ്വസിക്കാം. പക്ഷെ എന്നാലും അങ്ങേരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തനിക്ക് തന്നെ ഊട്ടി വളർത്തിയ, അല്ലെങ്കിൽ തൻ്റെ എല്ലാ വിജയത്തിലും ഒപ്പം നിന്ന, തൻ്റെ പരാജയത്തിലൊപ്പം നിന്ന, തനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച തൻ്റെ അമ്മയാണ് കിടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളും മനസ്സിലുണ്ടാകും. അത് കടിച്ചു പിടിച്ചിട്ടല്ലേ അദ്ദേഹം നിൽക്കുന്നത്. ആ ഒരു അവസ്ഥ
മനസ്സിലാക്കാതെയാണ് ചില ആൾക്കാർ അയാൾ കഴിയുന്നില്ല, അയാൾ വീണ് പൊട്ടിക്കരയണമായിരുന്നു, അയാൾ അവിടെ എഴുന്നേൽക്കാൻ പാടില്ലായിരുന്നു, അയാൾ 24 മണിക്കൂർ അവിടെ കിടന്ന് കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അതല്ല സ്നേഹം. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചിട്ട് കരയുന്നതല്ല സ്നേഹം. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അത് അവിടെയാണ് സ്നേഹം. ചില ആൾക്കാരുണ്ട് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ 16 അടിയന്തരം നടത്തുന്നു, ബലിയിടുന്ന്, പിന്നെ എന്ന് പറഞ്ഞാൽ വർഷാവർഷം ബലിയിടുന്ന്. അതൊക്കെ ഒരു പ്രഹസനമാണ്. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കൈ കൊണ്ടുപോയി അമ്മയ്ക്കൊക്കെ ഒരു ഉള്ള ചോറ് കൊടുക്കേ, അതാണ് വേണ്ടത്. ഇങ്ങനെ എത്ര പേര് ചെയ്യുന്നുണ്ട്? അതായത് ജീവിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്ക് നമ്മൾ ഒരു ഉള്ള ചോറ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബലിയിടാനും. അതെന്തുകൊണ്ടാ? ഭയം കൊണ്ടാണ്. അതായത് ഇനി മരിച്ചുപോയി, ഇനി ഇവരെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഭയമാണ്. അങ്ങനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തനിക്കും തൻ്റെ സന്തതികൾക്കും പിന്നെ തൻ്റെ സ്വത്തിനും എന്തെങ്കിലും പ്രശ്നം വരുമോ? ഇതിനിടയ്ക്ക് ഒരാളെ ഞാൻ കണ്ടതാണ്. അയാൾ അമ്മയെ നോക്കാറില്ല. എന്നിട്ട് അമ്മ അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴും മരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളുടെ മക്കള് അയാളെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. അപ്പൊ അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതേപോലെയല്ലേ പണ്ട് നിങ്ങൾ അമ്മയെ പറഞ്ഞത്? അത് അമ്മയല്ലേ, ഇതെന്റെ മക്കളല്ലേ? ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ അമ്മക്കും പ്രതീക്ഷ ഉണ്ടാവില്ലേ? അതായത് നിങ്ങളുടെ അമ്മക്ക് ഒരുപാട് പ്രതീക്ഷയില്ലേ നിങ്ങൾ നോക്കുമെന്നുള്ളത്? ആ പ്രതീക്ഷ വേണ്ട. അതായത് നിങ്ങളെ മക്കള് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അമ്മയോട് പെരുമാറിയത്, അത് തന്നെയാണ് നിങ്ങളുടെ മക്കൾ വരുത്തിയിരിക്കുന്നത്. ഇവിടെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ തൻ്റെ എല്ലാം സമർപ്പിച്ചത് തൻ്റെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ മുഴുവൻ, ചികിത്സകൾ മുഴുവൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തൊരു വ്യക്തി തന്നെയാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ കരഞ്ഞാലും ചിരിച്ചാലും അത് അദ്ദേഹത്തിൻ്റെ മനസ്സെന്ന് വരുന്നതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അങ്ങ് കരഞ്ഞിരിക്കാനല്ല. വെറുതെ കരയാൻ എല്ലാവർക്കും കഴിയും. എല്ലാ സംഭവവും ചെയ്തു കൊടുത്ത് മാന്യമായിട്ട്, അതായത് അത്രയും സന്തോഷത്തോടു കൂടിയാണ് അമ്മ യാത്ര പോയത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അമ്മ നരകിച്ച് വിഷമിച്ച് ആരും നോക്കാനില്ലാതെ പുഴുത്ത് ഇങ്ങനെയൊന്നും അല്ല. നല്ല രീതിയിലൊന്നും തന്നെ മോഹൻലാലിന്റെ കഴിവ്. അപ്പോൾ പറയൂ, അയ്യോ മോഹൻലാലിന് മാത്രം പൈസയുള്ള ഒരു തേങ്ങാക്കൊലിയല്ല. എല്ലാവർക്കും നോക്കാം, എല്ലാവർക്കും അമ്മമാരെ നോക്കാം. വലിയ ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സ്നേഹം മാത്രം കൊടുത്താൽ മതി, ഒരു ഉരുള ചോറ് കൊടുത്താൽ മതി, എത്രയേ വേണ്ടൂ. ഇന്ന് അതല്ലല്ലോ. ഇന്ന് വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ബാധ്യത പോലെയാണ്. വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എവിടെയും പോകാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ പരാതികളാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഓരോ ആളും മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മലയാള സമൂഹം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടീമുകൾ ആദ്യം നോക്കുന്നത് എന്താ പറയുക, മോഹൻലാലിന്റെ അമ്മ മരിച്ചു, ശരിയാണ്, മോഹൻലാൽ കരയുന്നുണ്ടോ? ഇത് മാത്രമാണ് അവർക്ക് അറിയേണ്ടത്. അല്ലാതെ അവർക്ക് വേറെ ഒന്നും അറിയണ്ട. മോഹൻലാലിന്റെ കരച്ചിൽ മാത്രമേ കാണണ്ടൂ. മോഹൻലാൽ കരയുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം സന്തോഷമായി എന്ന് മാത്രമാണ് നമ്മളൊക്കെ ഇപ്പോഴും കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളൊക്കെ പൊട്ടക്കിണറ്റിലെ തവളയാടോ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ പലതും കൊടുക്കേണ്ടത്. ഇതുപോലെ മരിച്ചിട്ട് എന്ത് കൊടുത്തിട്ട് എന്താ കാര്യമോ? അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.